ജീവിതത്തിലെ ഫ്രീഡം ആസ്വദിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ പോയതാണ്. ഇപ്പൊ ആട് ജീവിതത്തിലെ പൃഥ്വിരാജിനെ പോലെയായി. അയ്യോ വന്ന ആദ്യം ഹോസ്റ്റലിൽ പോയപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നില്ല. കുറെ പെണ്ണുങ്ങളായിട്ട് നിക്കറിട്ട് റീല്, പിന്നെ മൈ ലൈഫ് മൈ റൂൾസ് സ്റ്റാറ്റസ്, പിന്നെ ഫ്രീ ബേർഡ്സ് എന്തൊക്കെയായിരുന്നു. ഇപ്പൊ എന്തിങ്ങനെ? ആദ്യം പോയപ്പോൾ ആട്ടം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ മൈ ലൈഫ് വാർഡൻ റൂൾസ് എന്നാണ്. എങ്കിലും നീ ഹോസ്റ്റലിൽ കിടന്ന് പൊളിക്കല്ലേ? പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി കാണുമല്ലേ? ഫ്രണ്ട്സാ? പല്ലുപോലും തേക്കാതെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നടക്കണ ഒരുത്തി, പിന്നെ കുളിക്കാതെ നനയ്ക്കാതെ സ്പ്രേ അടിച്ചുകൊണ്ട് നടക്കണ വേറൊരുത്തി, അതിന്റെ ഇടയിൽ കൂടെ 9 മണിക്ക് ക്ലാസ്സിന് 8:58 അടിക്കണ വേറൊരുത്തി. ഇതിൽ നീ ഏത് ഗണത്തിൽപ്പെടൂടെ? ഇതിൽ ഞാൻ കഴുവാത്ത തുണി എന്നെ 5 ദിവസം എടുത്തു. തുണി നനയ്ക്കൂലേ നിങ്ങള്? പിന്നെ നനയ്ക്കാനുള്ള തുണികളെല്ലാം കൂടെ കുന്നു കണക്ക് കൂട്ടി വെച്ചിരിക്കുക. എന്നിട്ട് മാസത്തിലൊരിക്കൽ വീട്ടിൽ വരുമ്പോഴാണ് എല്ലാം കൂടെ എടുത്തിട്ട് നനയ്ക്കണത്. എന്തായാലും നിന്റെ ഹോസ്റ്റലിൽ ഫുഡൊക്കെ വെറൈറ്റി അല്ലേ? ഫുഡിൽ ഇടാനുള്ള കല്ലും മണ്ണ് ഹോൾസെയിലിന് എടുക്കണോ റീറ്റെയിലിന് എടുക്കണോ എന്നും പറഞ്ഞാണ് ഹോസ്റ്റലിലുള്ള അവന്മാര് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഓ ഇത് തന്നെ ഹോസ്റ്റലിൽ എല്ലാരും പറഞ്ഞത്. എന്നിട്ട് ഡെയിലി ചിക്കനും മീനും തന്നെ. ആ ബെസ്റ്റ്. അവിടത്തെ ചിക്കന്റെയും മീനിന്റെയും പഴക്കം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റൂല. എന്തിന് ഇത്രയും വേഗം വാരി കെട്ടിക്കൊണ്ടുവന്നാ? നേരത്തെ പറഞ്ഞില്ലേ നനയ്ക്കാനുള്ള തുണി ഉണ്ടെന്ന്. ഇനി ഇതെല്ലാം കൂടെ നനച്ചിട്ടാണ് എനിക്കിനി തിരിച്ച് ഹോസ്റ്റലിൽ പോവാൻ.